അത് നന്നായി. ഏട്ടന്റെ മനസ്സ് ആ രീതിയിൽ മാറുകയാണെങ്കിൽ അത് നല്ല കാര്യല്ലേ? എല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിട്ടാ. ഏട്ടൻ നിനക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം നന്ദിനി. അതിനെല്ലാത്തിനുള്ള അർഹത നിനക്കുണ്ട്. ആ അതെ, ഏതൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാ നടത്തുന്നത്. വിവേകിനോട് സാറിനെ വിളിച്ച് ഓഡിറ്റോറിയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും നേരത്തെ അവിടെ എത്തണം. എവിടുന്ന് ആരൊക്കെ സഹകരിക്കുന്നുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. എനിക്കൊരു സഹായത്തിന് നീ ഉണ്ടാവണം. അയ്യോ നന്ദിനി, വിവേക് വരും. പക്ഷെ എന്റെ കാര്യം പ്രതീക്ഷിക്കണ്ട കേട്ടോ. അതെന്ത് പറ്റി? അല്ല, ഞാൻ വരുന്നില്ല. ഒന്നും വെറുതെ ഇരിക്കാറുതി. വരണമെന്ന് പറഞ്ഞാ വരണം. ഇനി വേറൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് വരാൻ പറ്റില്ലടി. അതെന്താ വരാൻ പറ്റാത്ത? എടി, പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാ അതിനൊരു കാരണമില്ലേ? അതെന്ത് കാരണാന്ന് ഞാൻ ചോദിക്കുന്നേ. എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കല്ലേ. എടി, പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാ എന്താ? ഓ അതോ, എങ്കി വരണ്ട. പങ്കെടുക്കാൻ പറ്റാത്തതില് എനിക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ രണ്ടുപേരും മല ചവിട്ടുന്ന ചടങ്ങല്ലേ? അതിനെന്താ, സാറിന്റെ സംസാരം കേട്ടിട്ടെ എല്ലാ വർഷവും മുരുകമല ചവിട്ടുന്നാ തോന്നുന്നത്. പാവം, എന്റെ ഏട്ടനെ നീ അങ്ങനെ മാറ്റിയെടുത്തല്ലേ? യതീന്ദ്രൻ സാറ് തന്നെയാ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല. സാറിന് മനസ്സിൽ തോന്നാതെ സാർ ഒരു കാര്യവും ചെയ്യില്ല. ഏട്ടന് മനസ്സിൽ തോന്നിയില്ലെങ്കിലും ചെയ്യും. അത് നിനക്ക് വേണ്ടി ആയിരിക്കണമെന്ന് മാത്രം. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടടി നിന്നെ. ശരിയെന്നാ ഞാൻ വെക്കട്ടെ. ഇവിടെ ഇപ്പൊ തന്നെ ജോലിയൊക്കെ തുടങ്ങിയാലേ പറ്റൂ. നന്ദിനി, നിന്റെ വീട്ടിൽ വിളിക്കുന്നുണ്ടോ? ഏയ് ഇല്ല, സാറ് നിർബന്ധിച്ചാലും ഞാനതിന് സമ്മതിക്കില്ല. എന്തിനാ വെറുതെ. ഞാൻ വെക്കട്ടെ. വല്ലാത്ത മാറ്റമാണല്ലോ ഏട്ടന്. ഞാനും അത് ആലോചിക്കുന്നത്. ജീവിതത്തില് കൂട്ടായിട്ട് ഒരാള് വരുമ്പോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവിക. പക്ഷേ ഏട്ടനെ പോലെ ഒരാളെ ഇങ്ങനെ മാറ്റിയെടുക്കണമെങ്കിലേ അത് നന്ദിനെ കൊണ്ടേ പറ്റൂ. അതിലൊരു സംശയമില്ല. അവൻ പുലിയായിരുന്നല്ലോ, പുലി. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ. മാലയിട്ട് ശരണം വിളിച്ച് സ്വാമി പൂജ നടത്തുന്നു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഞാൻ ആലോചിക്കുന്നത്. അതെ, ഏട്ടന്റെ മുന്നിൽ ചെന്ന് കളിയാക്കലൊന്നും വേണ്ട കേട്ടോ. ഓ, അത് ചിലപ്പോ ഫീൽ ചെയ്യും. എന്നിട്ട് നമ്മളെ കാണിക്കാൻ മാറി നടക്കുകയും ചെയ്യും. അതൊന്നും വേണ്ട. അവര് രണ്ടുപേരും ഒരുമിച്ച് നടക്കട്ടെ, സന്തോഷായിട്ട്. രാജേട്ടാ, ഒന്നിനും ഒരു കുറവില്ലല്ലോ. സ്വാമി, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി സ്വാമിമാര് വന്നിട്ട് പറയട്ടെ. അതിവിടെ വെച്ചു. ശരി. നന്ദിനി, സൂര്യ എവിടെ? സൂര്യ സാറ് യതീന്ദ്രൻ സാറിന്റെ അടുത്തുണ്ട്. അമ്മയും ചേച്ചിയൊന്നും വരില്ല അച്ഛാ. കുറച്ചേരം കൂടി നോക്കാം, അല്ലെങ്കിൽ ഞാൻ പോയി വിളിക്കാം. അച്ഛാ, ആരോ വന്നിട്ടുണ്ട്, പോയി നോക്കാം. വാ. എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ഓർഡർ ചെയ്ത്
അച്ഛാ ദേ അവര് നമ്മുടെ ഭജനയ്ക്ക് വന്നവരാ. ഓ ആ വാ.